ഹലോ, നമ്മൾ സാധാരണയായിട്ട് വെറുതെ കളയാറുള്ള ഇറച്ചിയൊക്കെ കഴുകുമ്പോൾ കിട്ടുന്ന വെള്ളം ഉണ്ടല്ലോ, വാഷ് ചെയ്ത് കിട്ടുന്ന വെള്ളം. ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കുന്നത്. തരികളോ ഇറച്ചിയുടെ ചെറിയ പീസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കഴുകിയെടുത്ത ആ വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് സാധാരണ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറെ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാനും നിറച്ച് പൂവും കായൊക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം സഹായിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരച്ച് ശർക്കര എടുക്കാം. ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയാണ്. ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നുണ്ട്. ശർക്കര ചേർക്കുമ്പോൾ ഫെർമെൻറ്റേഷൻ നന്നാവാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത ശർക്കര ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളവും അതുപോലെ തന്നെ 1 കപ്പ് ഇറച്ചി കഴുകിയിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ ഈ ഒരു അച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം കേട്ടോ. 2-3 ദിവസം വെച്ചാൽ മതി. ഒരുപാട് ദിവസം ആവുമ്പോൾ ഇതിന് നല്ല സ്മെല്ല് വരും. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ചേർത്തിട്ട് വേണം, ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതുപോലെ നമ്മൾ ഇതൊന്ന് മൂടി വെക്കണ സമയത്ത് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു തണലുള്ള സ്ഥലം നോക്കിയിട്ട് വെച്ചാൽ മതി. ഒരു തവണ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ തുണി വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ചെയ്യേണ്ട, ഒരു എയർ ഗ്യാസ് പുറത്തേക്ക് പോകുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു തണലുള്ള ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ കുപ്പി ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇതുപോലുള്ള ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ നമ്മൾ ചെടിക്ക് കൊടുക്കുമ്പോൾ അത് പെട്ടെന്നായിരിക്കില്ല അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക. കുറച്ച് ക്ഷമയെടുത്ത് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ. പക്ഷേ നമ്മളിത് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ, നമ്മുടെ ക്ഷമയോടെ കൂടി നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് കുറച്ച് വൈകിയാലും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസറുകളുടെ പെട്ടെന്നുള്ള റിസൾട്ട് ആരും പ്രതീക്ഷിക്കരുത്. 1 ദിവസം മാക്സിമം വെക്കുക. എന്നിട്ട് 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് യൂസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. 2-ാമത്തെ ദിവസം തുടങ്ങി നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. മൂടി തുറക്കുമ്പോൾ തന്നെ എന്തായാലും ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് കാര്യമാക്കണ്ട. നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഒന്നും കൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തോരം എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കുക. സ്മെല്ല് കൂടുതലാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണിത്. ഇത് നിങ്ങളുടെ ചെടികളിൽ നല്ല മാറ്റം വരുത്തും. മീൻ കഴുകുന്ന വെള്ളവും അതുപോലെ ഇറച്ചി കഴുകുന്ന വെള്ളമൊക്കെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ചെടികളുടെ കടയ്ക്ക് അപ്പം തന്നെ നമ്മൾ ഒഴിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവാണ് ഈ രീതിയിൽ ഒന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള അത്രയും എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.